കഴിഞ്ഞ ഏകദേശം 24 മണിക്കൂറോളമായി നമ്മുടെ രാജ്യത്തിൻ്റെ സന്തോഷവും സങ്കടവും ഒറ്റ പേരിൽ തന്നെ തട്ടി നിൽക്കുകയാണ്. വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സിലെ ഗുസ്തി മത്സരത്തിൽ ഫൈനലിലെത്തി രാജ്യത്തിൻ്റെ അഭിമാനമായി സ്വർണ്ണത്തിളക്കത്തിന് കയ്യെത്തും ദൂരത്ത് നിൽക്കുമ്പോഴാണ് 100 ഗ്രാമിൻ്റെ വ്യത്യാസത്തിൽ ഫോഗട്ടിന് അയോഗ്യത വരുന്നത്. വിനേഷ് ഫോഗട്ട് രാജ്യത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളായി മാറുമ്പോഴും രാജ്യം ഭരിക്കുന്നവർക്ക് കണ്ണിലെ കരടാണ് എന്നൊരു സത്യവും ഇതിനിടയിൽ ചർച്ചയാവുകയാണ്. അതുകൊണ്ട് തന്നെ ഫോഗട്ടിൻ്റെ അയോഗ്യതയിൽ പല അഭിപ്രായങ്ങളും പുറത്തു വരുന്നു. മത്സരത്തിൽ അയോഗ്യയാക്കപ്പെട്ട ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെതിരെ അവസാന നിമിഷത്തിൽ ഗൂഢാലോചന നടന്നുവെന്നാണ് അമരാവതിയിൽ നിന്നുള്ള കോൺഗ്രസ് MP ബൽവന്ത് വാങ്കഡെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഇത് പറയാൻ കാരണമുണ്ട്. അതായത് BJPയിലെ പല നേതാക്കളുടെയും പ്രവർത്തകരുടെയും കണ്ണിലെ കരടാണ് വിനേഷ് ഫോഗട്ട്. അതുകൊണ്ട് തന്നെ അവർ മെഡൽ നേടിയാൽ വിനേഷ് ഫോഗട്ടിനെ ഈ രാജ്യം ആദരിക്കേണ്ടി വരുമെന്നൊരു ഘട്ടം വന്നെന്നും അതിഷ്ടപ്പെടാത്ത ചിലരുണ്ടെന്നും മെഡൽ നേടാതിരിക്കാൻ ഗൂഢാലോചന നടന്നുവെന്നുമാണ് കോൺഗ്രസ് MP ബൽവന്ത് വാങ്കഡെ പറഞ്ഞത്. നമുക്കറിയാം, മുൻ BJP MP പ്രമുഖ നേതാവ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ വിനേഷ് ഫോഗട്ട് പ്രതിഷേധിച്ചത് ആരും മറന്നിട്ടില്ല. ഈ രാജ്യം അത് ഓർക്കുകയാണ്. ലൈംഗിക പരാതിയാണ് ഫോഗട്ട് ഉൾപ്പെടെയുള്ള ഗുസ്തി താരങ്ങൾ ഉയർത്തിയത്. UPയിലെ BJPയുടെ വലിയ പരാജയത്തിന് ഒരു കാരണം തന്നെ ബ്രിജ്ഭൂഷൺ സിംഗിൻ്റെ സ്ത്രീവിരുദ്ധതയും ഒപ്പം അദ്ദേഹത്തെ സംരക്ഷിച്ച BJPയുടെ നിലപാടുമാണ്. അദ്ദേഹത്തിനെതിരെ സംസാരിക്കാൻ നരേന്ദ്രമോദി പോലും അന്ന് തയ്യാറായില്ല എന്ന് പറയുമ്പോൾ പ്രതിഷേധിച്ചവരെ അംഗീകരിക്കാൻ BJP സർക്കാർ തയ്യാറാകില്ല. ഇത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ വാർത്തയാണെന്നും ഇതിന് പിന്നിൽ ചില ഗൂഢാലോചനയുണ്ടെന്നുമാണ് കോൺഗ്രസിൻ്റെ MP വെളിപ്പെടുത്തുന്നത്. വിനേഷ് ഫോഗട്ട് ജന്തർ മന്ദറിൽ സമരം നടത്തിയെന്ന് ഈ രാജ്യത്തിന് മുഴുവനും അറിയാം. അവർക്ക് നീതി ലഭിച്ചിട്ടില്ല. ഇപ്പോൾ അവർ വിജയിച്ചാൽ അവരെ രാജ്യം ആദരിക്കേണ്ടി വരും. അതിഷ്ടപ്പെടാത്ത ചിലർ നടത്തിയ ഗൂഢാലോചനയാണെന്ന് പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട ഒരു MP പറഞ്ഞതിൽ വസ്തുതയുണ്ടോ എന്ന് രാജ്യം സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു. രാജ്യത്തിന് വേണ്ടി പോരാടുന്നതിന് മുൻപ് രാജ്യത്തെ ഭരണാധികാരികൾക്കെതിരെ പോരാടിയവരാണ് വിനേഷ് ഫോഗട്ട്. ലൈംഗികാരോപണ കേസിൽ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ച വ്യക്തിയായിരുന്നു വിനേഷ് ഫോഗട്ട്. അറസ്റ്റിൻ്റെ ഭാഗമായി ഡൽഹിയിലെ നിരത്തിലൂടെ അവരെ പോലീസ് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ വലിയ വിമർശനത്തിന് വരെ വഴിവെച്ചിരുന്നു. BJPക്ക് അത് വലിയ തിരിച്ചടിയായ ഒരു സംഭവമാണ്. നീതി ലഭിച്ചില്ല എങ്കിൽ തനിക്ക് കിട്ടിയ മെഡലുകൾ പോലും ഗംഗാനദിയിൽ ഒഴുക്കുമെന്ന് വരെ ഫോഗട്ട് വെല്ലുവിളിച്ചിരുന്നു. വിവാദത്തിന് പിന്നാലെ ബ്രിജ്ഭൂഷൺ സിംഗിനെ ഗുസ്തി ഫെഡറേഷൻ മേധാവി സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP അദ്ദേഹത്തിൻ്റെ മകനെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചിരുന്നു. അതിനർത്ഥം പ്രതിഷേധത്തെ ഭയന്നിരുന്നുവെങ്കിലും BJPക്ക് ഇഷ്ടം ഫോഗട്ടിനേക്കാളും ബ്രിജ്ഭൂഷൺ സിംഗിനെ തന്നെയായിരുന്നു. അയാൾ ഇപ്പോഴും BJP നേതാവ് തന്നെയാണ്, പുറത്താക്കിയിട്ടില്ല. അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഗൂഢാലോചന വെളിപ്പെടുന്നു എന്നാണ് കോൺഗ്രസ് MP പറയുന്നത്. ഏതായാലും ഒളിമ്പിക്സിൽ ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരമാണ് വിനേഷ് ഫോഗട്ട്. ഭാരപരിശോധനയിൽ 100 ഗ്രാം അധികം കണ്ടെത്തിയതിന് പിന്നാലെയാണ് താരത്തെ ഈ ഇനത്തിൽ നിന്നും അയോഗ്യയാക്കിയത് എന്ന് പറയുമ്പോൾ സ്വർണമോ വെള്ളിയോ നേടി നാട്ടിലെത്തുമ്പോൾ ഉണ്ടാകുന്ന താരപരിവേഷം അതില്ലാതാക്കാൻ അയോഗ്യത മാത്രമാണ് ഏക പോംവഴിയെന്ന് മനസ്സിൽ ആരെങ്കിലും ആലോചിച്ചിരുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് ഈ രാജ്യം മാപ്പ് നൽകില്ല എന്ന് നമുക്ക് പറയാം.